ഹലോ, RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ വീഡിയോ കാണാതെ അപ്ലൈ ചെയ്യരുത്. കാരണം ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് മൂലം നിങ്ങളുടെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് മോശമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ പോസ്റ്റ് പ്രിഫറൻസിനെ പറ്റി ഈയിടെയായിട്ട് കുറേ തെറ്റിദ്ധാരണകൾ പലയിടത്തും പരക്കുന്നതായിട്ട് ഞാൻ കണ്ടു. കുറേ ആൾക്കാർ തെറ്റായ ചില ഇൻഫോർമേഷൻസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. കുറേ സ്റ്റുഡൻസ് എന്നെ വിളിച്ചിങ്ങനെ ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ പോസ്റ്റ് പ്രിഫറൻസ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു രണ്ട് കാര്യമാണ്. നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ട്, എല്ലാ പോസ്റ്റുകളും പ്രിഫറൻസ് വെക്കണോ? നല്ല പോസ്റ്റുകൾ മാത്രം പ്രിഫറൻസ് വെച്ചാൽ പോരെ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് ഈയിടെയായിട്ട് പെട്ടെന്ന് എത്തിയത്. അപ്പം ഇതൊരു ക്ലാരിറ്റി ഉണ്ടാക്കി തരണം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫൈനലി ഏറ്റവും അവസാനം നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ നിങ്ങളുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു പോസ്റ്റ് പ്രിഫറൻസിൻ്റെ ഓർഡർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് പോസ്റ്റ് പ്രിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഡി എക്സാം ക്ലിയർ ചെയ്യുന്നവർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് 14 പോസ്റ്റുകളാണ്. ഇവിടെ കാണാം, ഈ 14 പോസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഏതാണ്, അതിനാണ് നിങ്ങൾ ഒന്നാമത്തെ പ്രയോറിറ്റി വെക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഏതാണ്, അതിലേക്കായിരിക്കും നിങ്ങളെ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതിന് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യും. അതിലും നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റി, അങ്ങനെ അവസാനത്തെ പ്രയോറിറ്റി വരെ നോക്കിയിട്ട് അതിൽ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പ്രിഫറൻസ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. അപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ് ഏതൊക്കെയാണ് അതിൻ്റെ ഓർഡറിലായിരിക്കണം നിങ്ങൾ ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് സമയത്ത് നിങ്ങൾക്കൊരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പോസ്റ്റ് പ്രിഫറൻസ് ആഡ് ചെയ്ത് റൈറ്റ് മോസ്റ്റ് സൈഡിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റ് പ്രിഫറൻസ് ഉള്ള പോസ്റ്റുകൾ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഏത് പോസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഈ ചോദ്യമാണ് പലരുടെയും മുമ്പിലുള്ളത് അല്ലേ. ഇപ്പോൾ പലർക്കും പല തരത്തിലാണെന്ന് തന്നെ ഞാൻ പറയും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല പോസ്റ്റ് പ്രിഫറൻസ് വെക്കേണ്ടത്. കാരണം ഇതിന് കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതായത് ചില ആൾക്കാർ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 10th കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അവർ എങ്ങനെയെങ്കിലും റെയിൽവേയിൽ ഒരു ജോലി നേടണം എന്ന ആഗ്രഹത്തിലായിരിക്കും അവർ ചിലപ്പോൾ ഈ പരീക്ഷ എഴുതി ഒരു ജോലിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യണം, അവരുടെ ജോബ് ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതും അവർക്ക് സാലറി കിട്ടുന്നതും ഒക്കെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചിലപ്പം ഡയറക്റ്റ്ലി ഈ ഒരു ജോലിയിലേക്കായിരിക്കും അവർ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് എന്തൊക്കെയാണ് വരുന്നത്, അവരുടെ സാലറി അവർക്ക് പ്രിഫറൻസ് വരും, അതുപോലെ തന്നെ അവരുടെ ജോബ് ലൊക്കേഷൻ അവർക്ക് പ്രിഫറൻസ് വരും. ഇനിയും അവർക്ക് ആ ജോലിയിൽ തന്നെ അവർക്ക് ഉയർച്ച ഉണ്ടാവാനുള്ള സാധ്യത, ഇതൊക്കെയായിരിക്കും അവർക്ക് വരുന്ന ഒരു കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റു ചില ആൾക്കാരുണ്ട് പല പരീക്ഷകൾക്കും, റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അവർ NTPC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അവർ ഈ ജോലിയിൽ, അതായത് ഗ്രൂപ്പ് ഡി ജോലിയിൽ കയറുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരു നല്ല ജോലി വാങ്ങി അവിടേക്ക് മാറുക എന്ന് ചിന്തിച്ച് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ലൊരു പോർഷൻ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ കൺസിഡറേഷൻ എന്താണ്, അവർ ജോലിക്ക് കയറുമ്പോൾ അവർക്ക് വർക്ക് ലോഡ് കുറവായിരിക്കണം, അവർക്ക് എക്സാം പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയം കിട്ടണം. ഈ രണ്ട് കൺസിഡറേഷൻ ആയിരിക്കും അവർ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ചും പല പ്രിഫറൻസ് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ. അല്ലാതെ ഈ ഒരു പോസ്റ്റ് നല്ലതാണെന്ന് ഒരാൾ പറയുമ്പം അതിൽ വെക്കുക എന്നല്ല. ഈ പോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടുമോ, വർക്ക് ലോഡ് കൂടുതലാണോ, അല്ലെങ്കിൽ സാലറി കൂടുതലാണോ, സാലറി കുറവാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ കൺസിഡറേഷൻ. അപ്പോൾ ഇതിനകത്തെ സാലറിയുടെ കേസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാലറിയുടെ കേസ് വരുമ്പം ബേസിക് പേ എല്ലാവർക്കും 18,000 ആണ്, 18,000 ആണ് ബേസിക് പേ വരുന്ന. ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾക്ക് 18,000 ബേസിക് പേ വരുന്നു. ഇനിയും ഒരു 53% നിങ്ങൾക്ക് വരുന്ന DAയും കൂടെ ആഡപ്പ് ചെയ്യുമ്പോഴത്തേന് ഏകദേശം 27,000, 27,000. പിന്നെ HRI
വാടകയും മറ്റ് അലവൻസുകളും ട്രാവലിംഗ് അലവൻസും കാര്യങ്ങളും എല്ലാം ആഡപ്പ് ചെയ്യുമ്പോൾ ഏകദേശം 30,000 അടുത്ത് വരുന്ന സാലറി എല്ലാ ഗ്രൂപ്പ് ഡി ഉദ്യോഗസ്ഥർക്കും കിട്ടും. ഗ്രൂപ്പ് ഡി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഏകദേശം 28,000 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു സാലറി ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എവിടെയാണ് സാലറി കൂടുതൽ കുറവ് എന്ന് വരുന്നത്? സാലറി കൂടുതൽ കുറവെന്ന് വരുന്നത് മെയിനായിട്ടും നിങ്ങളുടെ ട്രാവൽ അലവൻസുകൾ, മറ്റ് ചില അലവൻസുകൾ. ട്രാവൽ അലവൻസ് മെയിനായിട്ടൊരു ഫാക്ടറാണ്. ഇനി ചില ജോലികൾക്ക് റിസ്ക് അലവൻസുകളുണ്ട്. അവർ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ റിസ്ക് അലവൻസ് ഉണ്ട്. ഓവർ ടൈം ചെയ്യുന്നവർക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ റണ്ണിങ് അലവൻസ് ഉണ്ട്. അതായത് ട്രാവൽ ചെയ്യുന്ന റണ്ണിങ് സ്റ്റാഫിനാണെങ്കിൽ റണ്ണിങ് അലവൻസ് ഉണ്ട്. ഇങ്ങനെ പല പല അലവൻസുകൾ റെയിൽവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അലവൻസുകളെല്ലാം കൂടെ ആഡപ്പ് ചെയ്തിട്ടാണ് സാലറി കൂടുതൽ കുറവ് എന്ന റേഞ്ചിലേക്ക് പറയുന്നത്. ചിലപ്പം ചില ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്ക് 35,000 36,000 രൂപ സാലറി മേടിക്കുന്നവരുണ്ടാവും. ചിലപ്പം 28-29 റേഞ്ചിൽ സാലറി മേടിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഒരു 30-ക്കടുത്ത് 30-നടുത്ത് വരുന്ന സാലറി എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ആയിട്ട് മേടിക്കാൻ പറ്റുന്ന സാലറിയാണ്. പക്ഷേ അതിന് മുകളിലേക്കുള്ളത് നിങ്ങൾക്ക് ഉള്ള പോസ്റ്റിൻ്റെ പ്രത്യേകതയായിരിക്കും. അപ്പോൾ സാലറി കൂടുക എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ ജോലി ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് സാലറി കൂടുന്നത്, അല്ലെങ്കിൽ റിസ്ക് ഉള്ള ജോലി ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി കൂടുന്നത് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിനകത്ത് പിന്നെ എനിക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റി പറയാനുള്ളൊരു കാര്യം, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റ്, ഈ പോസ്റ്റിൽ നിങ്ങൾ കയറുമ്പം ഇത് തീർച്ചയായിട്ടും ഫിസിക്കൽ ലേബർ ഉള്ളൊരു ജോലി തന്നെയാണ്. ഫിസിക്കൽ ലേബർ എന്ന് വെച്ചാൽ നമ്മൾ ശരീരം വെച്ചിട്ട് ജോലി ചെയ്യണം, അധ്വാനം ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ പേപ്പർ വർക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഈ ഒരു പോസ്റ്റിൽ സാലറി മേടിക്കാം എന്ന് കരുതേണ്ടത്. അപ്പോൾ പോസ്റ്റിനെ പറ്റിയുള്ള ചില ആൾക്കാരുടെയെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് ഫിസിക്കൽ ലേബറുള്ള ജോലി തന്നെയാണ്. അതായത് ക്ലറിക്കൽ ജോബുകൾ വളരെ കുറവാണ്. ഇതിനകത്ത് ക്ലറിക്കലായിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്ത് ഓഫീസിലിരിക്കാം എന്ന് കരുതുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ജോലിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ സൈഡിൽ നിന്നാണെങ്കിലും ഓഫീസ് ജോലികൾ മാത്രം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ജോലി ആയിരിക്കില്ല എന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി ജോലിക്ക് കയറിയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ജോലിയിലേക്ക് എൻ്റർ ചെയ്ത ഒരാൾക്ക് ബെറ്റർ പോസ്റ്റിലേക്ക് കയറാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ വിളിക്കുമ്പോൾ 2 തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ വിളിക്കും. LDCE എന്ന് പറഞ്ഞും GDCE എന്ന് പറഞ്ഞും 2 തരത്തിലും ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷയുണ്ട്. GDCE എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പറ്റും. ജനറൽ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതുപോലെ LDC എന്ന് വെച്ചാൽ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് മാത്രമായിരിക്കും പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈ പരീക്ഷകൾ എഴുതി അതിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടുന്നത്. സോ നിങ്ങൾ പ്രൊമോഷനെ പറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതാം. നിങ്ങൾ കയറി നിങ്ങളുടെ പ്രൊവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ബെറ്റർ പോസ്റ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇനിയും ജോബ് ലൊക്കേഷൻ്റെ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇതിനകത്ത് ചില പോസ്റ്റുകൾ നിങ്ങൾക്ക് സ്റ്റേഷനുകളിൽ ജോലി കിട്ടുന്ന പോസ്റ്റുകളുണ്ട്. സ്റ്റേഷനുകളിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകളുണ്ട്. ചില പോസ്റ്റുകൾ വർക്ക്ഷോപ്പുകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. വർക്ക്ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പിനകത്തായിരിക്കും ജോലി വരുന്നത്, അല്ലെങ്കിൽ ചിലത് സ്റ്റേഷനുകളിലായിരിക്കും. അപ്പോൾ വർക്ക്ഷോപ്പുകളാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളാണുള്ളത്. അപ്പോൾ ആ ലൊക്കേഷൻസിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഇനി അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് സദേൺ റീജിയൻ ആണെങ്കിൽ ചെന്നൈയിലാണ് മോസ്റ്റ്ലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വർക്ക്ഷോപ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യമാണ് ജോബ് ലൊക്കേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ 14 പോസ്റ്റുകളും ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കേണ്ട ഒരു ഓർഡറും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് S&T, ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്താണ് അത് വരുന്നത്. അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, അസിസ്റ്റൻറ്റ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കലിൽ, ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കലിലാണ് വരുന്നത്, ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നു, ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, അസിസ്റ്റൻറ്റ് PV എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്, അസിസ്റ്റൻറ്റ് TL&AC ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്, അത് വർക്ക്ഷോപ്പ്, അത് ഇലക്ട്രിക്കലിലാണ് വരുന്നത്, TL&AC നോർമൽ, അത് ഇലക്ട്രിക്കലിലാണ് വരുന്നത്, ട്രാക്ക് മെഷീൻ അത് എഞ്ചിനീയറിംഗിലാണ് വരുന്നത്, അസിസ്റ്റൻറ്റ് TRD അത് വരുന്നത് ഇലക്ട്രിക്കലിലാണ്, പിന്നീട് പോയിന്റ് സ്പാൻ B അത് ട്രാഫിക്കിലാണ് വരുന്നത്, അവസാനം ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 അത് എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ 14 പോസ്റ്റിൻ്റെ പ്രിഫറൻസുകൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഓരോ പോസ്റ്റുകളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വളരെ പെട്ടെന്ന് വേണ്ട കാര്യം, പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ വേണ്ട കാര്യം മാത്രമേ നമ്മളോട് ഡിസ്കസ് ചെയ്യൂ, അല്ലാത്തൊരു കാര്യവും പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ,
അപ്പോൾ അസിസ്റ്റൻ്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസ് എന്താണ് അസിസ്റ്റൻ്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസിൻ്റെ ജോലി? ഗ്രൂപ്പ് ഡി ഉദ്യോഗസ്ഥരായിട്ട് അസിസ്റ്റൻ്റ് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിംഗ് ടു ട്രെയിൻസ്, കമ്മ്യൂണിക്കേഷൻസ് എക്സെട്ര. അതായത് സിഗ്നൽസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മൂവ്മെൻറ്റ്സ് പല ട്രെയിനുകൾ പല ട്രാക്കുകളിലൂടെ ട്രാവൽ ചെയ്യുമ്പം ഇതിനെ കൃത്യമായ ഒരു ഓർഡറിലാണ്, അതായത് സിഗ്നൽ കൊടുത്ത് അത് വരേണ്ട സമയമുണ്ട്, അത് പോകേണ്ട സമയമുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിയന്ത്രിക്കുന്ന ആളുകൾ പല ആൾക്കാരും ഉണ്ട്. അതിൽ ഉള്ള ഹെൽപ്പറാണ് ആക്ച്വലി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിഗ്നലിംഗ് ടു ട്രെയിൻസ്, കമ്മ്യൂണിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നലിങ്ങും ടെലി കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിഗ്നലിംഗ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയറക്റ്റ് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കില്ല, പകരം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ, മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഹെൽപ്പ് ചെയ്യുന്ന ജോബാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ജോലി എങ്ങനെയുണ്ട് എന്നാണ് പലരുടെയും ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അതായത് ആ ജോലി എളുപ്പമുള്ള ജോലിയാണോ അതോ ബുദ്ധിമുട്ടുള്ള ജോലിയാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതിനെ പറ്റി പറയാനുള്ളത് കമ്പാരിറ്റീവ്ലി മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ലേബർ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഫിസിക്കൽ ലേബർ എന്നാണ് പറഞ്ഞത്. ഫിസിക്കൽ ലേബർ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഗേൾസിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഗേൾസിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സിഗ്നൽസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമിൽ പഠിച്ച ആളാണെന്ന് കരുതുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ച ബിടെക്കോ ITI ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് വെക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷ തന്നെ എഴുതി ബെറ്റർ ഹയർ പോസ്റ്റിലേക്ക് പോകാനുള്ള ITIയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു അസിസ്റ്റൻ്റ് S&T എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് വെക്കാം. കൺസിഡറിങ് നിങ്ങളുടെ ആ പ്രൊമോഷനുകളും നിങ്ങളുടെ ഭാവിയിലുള്ള സാധ്യതകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അതാണ് നമുക്ക് അസിസ്റ്റൻ്റ് സിഗ്നൽസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത്. ഇത് വളരെ ലബോറിയസ് ആയിട്ടുള്ള ജോലിയൊന്നും അല്ല, പകരം വളരെ ശ്രദ്ധ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അസിസ്റ്റിംഗ് സിഗ്നലിംഗ് റിലേറ്റഡ് ടു ട്രെയിൻസും അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ. ഇനി രണ്ടാമത് അസിസ്റ്റൻ്റ് വർക്ക്ഷോപ്പ്. എല്ലാവരും വർക്ക്ഷോപ്പ് എന്ന് കേൾക്കുമ്പം വളരെ വർക്ക്ഷോപ്പാണല്ലോ, ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നായിരിക്കും കരുതുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക്ഷോപ്പ് ജോബ് ആക്ച്വലി നല്ലതാണ്. അപ്പോൾ ആ ടൈം ടു ടൈം മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതിയാവും. വർക്ക്ഷോപ്പ് ജോബ് ആക്ച്വലി പ്രിപ്പറേഷന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ വർക്ക്ഷോപ്പിന് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നൈറ്റ് ഡ്യൂട്ടീസോ അങ്ങനെയുള്ള ഡ്യൂട്ടീസൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. ഒരുവിധം നിങ്ങൾക്ക് റെഗുലർ വർക്കിംഗ് ടൈമിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന വർക്ക്ഷോപ്പിൽ നമ്മുടെ ശരീരത്ത് മൊത്തം പൊടിയായി അഴുക്കായി ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന കാര്യമാണ് വരുന്നത്. അതാണ് മനസ്സിൽ വരുന്നതെങ്കിൽ പോലും ടൈം ടു ടൈമുള്ള വർക്കാണ് ഇതിനകത്ത് വരുന്നത്. മെയിനായിട്ടും ജോലി വരുന്നത് എന്തായിരിക്കും? കോച്ച് ആൻഡ് വാഗൺ മെയിൻ്റനൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. കോച്ച് ആൻഡ് വാഗൺ മെയിൻ്റനൻസ് ആണ്. ടെക്നീഷ്യൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ജോലി ഞാൻ പറഞ്ഞു. ഇതിനകത്തെല്ലാം അസിസ്റ്റൻറ്റുകൾ എന്ന് പറയുന്ന ടെക്നീഷ്യൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പറായിട്ടാണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഫിസിക്കൽ ഹെൽപ്പുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കോച്ച് ആൻഡ് വാഗൺ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരുമ്പോൾ ഇതിൽ വരാനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ലൊക്കേഷനാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റേണ്ടത്. അതായത് വർക്ക്ഷോപ്പുകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് ലൊക്കേഷൻസ് എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ റീജിയനിലുള്ള നമുക്ക് വർക്ക്ഷോപ്സിൻ്റെ കേസ് നോക്കിയാൽ എവിടേക്കാണ് വർക്ക്ഷോപ്സ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടാവും. നമുക്ക് വാഗൺ ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്സ് പേരാമ്പൂർ ചെന്നൈയിലും അതുപോലെ പൊന്മലൈ തിരുച്ചിറപ്പള്ളിയിലുമാണുള്ളത്. എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉള്ളത് അരക്കോണം, അത് തമിഴ്നാട്ടിലാണ്. അതുപോലെ കാരേജ് മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് ഉള്ളത് ബേസിൻ ബ്രിഡ്ജ് ആൻഡ് എഗ്മോർ, എല്ലാം ചെന്നൈക്ക് അടുത്ത് വരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് ആണെങ്കിൽ അത് പോടന്നൂർ, കോയമ്പത്തൂർ. ഓക്കെ, ഇത്രയും ലൊക്കേഷൻസിലാണ് മെയിനായിട്ടും നമ്മുടെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും വരുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ സദേൺ റീജിയനിലുള്ളത് വരുന്നത്. അതുകൊണ്ട് ജോബ് ലൊക്കേഷൻസ് കിട്ടാൻ സാധ്യത പറയുന്നത് മെയിനായിട്ടും ഈ സ്ഥലങ്ങളിലാണ്. ചെന്നൈയിൽ വളരെയധികം സാധ്യതയുണ്ട്. കാരണം അത്യാവശ്യം വർക്ക്ഷോപ്സും കാര്യങ്ങളും എല്ലാം ചെന്നൈയിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ വർക്ക്ഷോപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ലൊക്കേഷനുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പോസ്റ്റ്
ലാസ്റ്റ് പോസ്റ്റിൽ ഞാൻ പറഞ്ഞ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് പറഞ്ഞത്. അത് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് സ്റ്റേഷൻസ് ബന്ധപ്പെട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഒരുപക്ഷെ അവിടെയും നിങ്ങൾക്ക് പ്ലേസ്ഡ് ആണ്, ഡിപ്പെൻസ്. നമുക്കിപ്പം അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ എവിടെയാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയും തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡി പോലെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അത്യാവശ്യം നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്. അടുത്ത അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ. ക്യാരേജ് ആൻഡ് വാഗൺ ഞാൻ പറഞ്ഞു, അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ മെയിൻ്റനൻസ്, അതാണ് മെയിൻ ജോബ്. പിന്നെ സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. മെയിനായിട്ടും സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും വരും. ഈ രണ്ട് കാര്യങ്ങളുമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വാഗൺ ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്സ് എവിടെയാണ് ഉള്ളത്? പേരാമ്പൂർ ചെന്നൈയിലും പൊന്മലൈ തിരുച്ചിറപ്പള്ളി ഇവിടെയാണുള്ളത്. അപ്പം ഇവിടെ വർക്ക്ഷോപ്പുകളിൽ ഒരുപക്ഷെ വരാം, അല്ലെങ്കിൽ സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. മോസ്റ്റ്ലി ഈ ഒരു പോസ്റ്റ് സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാരൺ ആൻഡ് വാഗൺ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ വരുന്നത്. അപ്പോൾ ക്യാരേജും വാഗണും എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകളുണ്ട്, അതുപോലെ തന്നെ ഗൂഡ്സ് ട്രെയിനുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയാണ് ക്യാരേജ് വാഗൺ ഈ രണ്ട് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത്, ഗ്രൂപ്പ് ഡിയിൽ ഈ ഒരു പോസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡിലുള്ള അസിസ്റ്റൻറ്റ്. അപ്പോൾ ഡീസൽ ലോക്കോ ഷെഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അടുത്തൊരു പോസ്റ്റ് ഉണ്ട് അവിടെ, ഇലക്ട്രിക്കൽ ലോക്കോ ഷെഡും ഉണ്ട്. അപ്പോൾ ഡീസൽ ലോക്കോ ഷെഡ് അതിൻ്റെ ഡീസൽ ലോക്കോമോട്ടീവ്സിൻ്റെ, നമ്മുടെ ട്രെയിൻസിൻ്റെ ഡീസൽ ലോക്കോമോട്ടീവ്സിൻ്റെ മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷന് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുക, എന്തെങ്കിലും മെയിൻ്റനൻസ് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക, ഇൻസ്പെക്ഷൻ നടത്തുക, കറക്റ്റായിട്ട് അത് സോർട്ട് ചെയ്തെടുക്കുക പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള ജോലിയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഡീസൽ വരുന്നത്. ഡീസൽ ലോക്കോ ഷെഡ് നമുക്ക് എറണാകുളത്താണ് ഡീസൽ ലോക്കോ ഷെഡ് ഉള്ളത് കേരളത്തിലെ. അപ്പോൾ ജോബ് ലൊക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എറണാകുളമാണ് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ്. അപ്പം എറണാകുളം പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ ഒരു പോസ്റ്റ് വെക്കാം. അപ്പോൾ ലോക്കോ ഷെഡിലുള്ള ജോലികളാണ്. ഇതിലെല്ലാത്തിലും ഫിസിക്കൽ ലേബർ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അങ്ങനെ ഇല്ലയെന്ന് ആരും പറയുകയാണെങ്കിൽ ഫിസിക്കൽ ലേബറുള്ള ജോലി തന്നെയാണ് ഈ ഗ്രൂപ്പ് ഡി. സോ ഫിസിക്കൽ ലേബർ ഇല്ലാത്തൊരു ജോലി നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിൽ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ലോക്കോ ഷെഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കോമോട്ടീവ്സിനെ നിർത്തി അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കുന്ന സ്പേസ് ആണ്. അത് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഓഫ് ലോക്കോമോട്ടീവ്സ്, നമ്മുടെ ലോക്കോമോട്ടീവ്സിനകത്തുള്ള ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് നിങ്ങൾക്കറിയാം, ഒരുപാട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും. നേരത്തെ ഉള്ളത് ഡീസൽ ലോക്കോ ഷെഡ് ആയിരുന്നു. അപ്പോൾ അത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന അതിൻ്റെ ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും ആയിരുന്നു. ഇവിടെ വരുന്ന അതിൻ്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആയിരുന്നു ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ സദേൺ റീജിയണിൽ വരുന്ന ഇലക്ട്രിക്കൽ ലോക്കോ ഷെഡുകളുടെ ലൊക്കേഷൻ അരക്കോണം, ഈറോഡ് ആൻഡ് റോയപുരം, ചെന്നൈക്കടുത്തുള്ള ലൊക്കേഷനുകളിലൊക്കെയാണ് വരുന്നതും. ഈറോഡ്, അരക്കോണം, റോയപുരം ഉണ്ട്. ഇപ്പം ഇതെല്ലാം നമുക്കപ്പം ജോലി കിട്ടാൻ സാധ്യതയുള്ളത് തമിഴ്നാട്ടിലാണ്, കേരളത്തിലല്ല. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ കൂടുതലായിട്ടും വരുന്നത്. അടുത്തത് നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്താണ് ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ലോക്കോമോട്ടീവ്സിനകത്തൊക്കെ ഇലക്ട്രിക്കൽ ചെക്കപ്പുകൾ നടത്തുക, അതിനകത്തുള്ള റിപ്പയറുകൾ, അതിനകത്ത് വരുന്ന ലൈറ്റിങ്ങും ബൾബുകൾ ചേഞ്ച് ചെയ്യുന്നതും അതിനകത്തുള്ള ഇലക്ട്രിക്കൽ റിപ്പയറുകളും മെയിൻ്റനൻസും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കലിനകത്ത് വരുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ജോലി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക്കൽ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്ലേസസ് അനുസരിച്ചും വരാറുണ്ട് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ. അത് കഴിഞ്ഞ് അടുത്തത് അസിസ്റ്റൻറ്റ് പി വേ എന്ന് വെച്ചാൽ പെർമനൻറ്റ് വേ എന്നാണ്. പെർമനൻറ്റ് വേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൻ്റെ പാത്തുണ്ടല്ലോ, ആക്ച്വൽ പെർമനൻറ്റ് പാത്തുണ്ടല്ലോ, ആ പാത്തിനെയാണ് നമ്മൾ പി വേ അല്ലെങ്കിൽ പെർമനൻറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാത്തിൻ്റെ ട്രാക്ക് മെയിൻ്റെനൻസ്, റിപ്പയർ വർക്ക്സ് അത് അവരുടെ ജോലിയാണ്. അതുപോലെ ബെല്ലാസ്റ്റ് ആൻഡ് ട്രാക്ക് ബെഡ്. ബെല്ലാസ്റ്റ് നമുക്കറിയാം, ട്രെയിനിൻ്റെ രണ്ട് സൈഡുകളിൽ അത് സ്മൂത്തായിട്ട് മെറ്റൽ പോലെയുള്ള ഒരു സർഫസും അതുപോലെ ട്രാക്ക് ബെഡും ഒക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ വേയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് നോക്കുക. അതുപോലെ സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ്, അതായത് ട്രാക്കിൻ്റെ എന്തെങ്കിലും റിപ്പയർ വർക്കുകൾ, അതിൻ്റെ എല്ലാ നട്ടുകളും ബോൾട്ടുകളും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ള സേഫ്റ്റി കംപ്ലയൻസ് നോക്കുക. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഹാൻഡിലിങ്, അതുപോലെ പേപ്പർ വർക്ക്സും, ഇത്രയും കാര്യമാണ് അസിസ്റ്റൻറ്റ് പി വേക്കകത്ത് വരുന്നത്. അപ്പോൾ ട്രാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓഫീസിലും അല്ലെങ്കിൽ ഇൻ ദ സൺലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ട വരാം, ഒരുപക്ഷെ പി വേ വർക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ. അടുത്തത് അസിസ്റ്റൻറ്റ് ടി എൽ ആൻഡ് എ സി.
TLC എന്ന് പറയുന്നത് ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്. ഇത് കമ്പാരിറ്റീവ്ലി രണ്ട് തരത്തിലാണ്. ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC അസിസ്റ്റൻറ്റ് പറയുമ്പം വർക്ക്ഷോപ്പും വരുന്നുണ്ട്, അല്ലാതെ നോർമലി TL&AC വരുന്നുണ്ട്. രണ്ടെണ്ണം വരുന്നത്, 2 പോസ്റ്റുകൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ TL&AC അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് കൂടെ വരുന്നതാണ്. വർക്ക്ഷോപ്സിൽ മാത്രം നിന്നായിരിക്കത്തില്ല വർക്ക് വരുന്നത്, അവർക്ക് ട്രാവലിംഗും കൂടെ വരുന്നുണ്ട്. അവർ ട്രാവൽ ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാവൽ അലവൻസും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഹയർ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ട്രാവൽ അലവൻസ് ഉണ്ട്, അതുകൊണ്ട് ബെറ്റർ സാലറി കിട്ടാനും സാധ്യതയുണ്ട് അസിസ്റ്റൻറ്റ് TL&AC ആകുമ്പോൾ. ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി അതുപോലെ തന്നെ TL&AC വർക്ക്ഷോപ്പ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറയാം. അതായത് വർക്ക്ഷോപ്പിൽ തന്നെ ആയിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത്. വർക്ക്ഷോപ്പിൽ തന്നെ ആകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അനുസരിച്ച് തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. വർക്ക് ഇത്ര ടൈമിലായിരിക്കും, അത് കഴിഞ്ഞിട്ട് ആ വർക്ക് ടൈം കഴിഞ്ഞിട്ട് അവർ ഫ്രീ ആയിട്ടായിരിക്കും വരുന്നത്. സോ അതാണ് ഈ 2 പോസ്റ്റുകൾ തമ്മിൽ വരുന്ന ഡിഫറൻസ്. ഇപ്പോൾ ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC വർക്ക്ഷോപ്പ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീനാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഇങ്ങനൊരു മെഷീൻ റെയിൽ പാളത്തിലൂടെയൊക്കെ മൂവ് ചെയ്ത് പോകുന്ന, നിങ്ങൾ പല സ്റ്റേഷൻസിലൊക്കെ നിൽക്കുമ്പം ഈ ഒരു ട്രാക്ക് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രാക്ക് മെഷീൻ്റെ ആ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീനായിട്ട് വരുന്നത്. ഇത് ട്രാവലിംഗ് ഞാൻ ഈ ട്രാവലിംഗ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ട്രാവലിംഗ് വരുന്നുണ്ടെങ്കിൽ അതിൽ ട്രാവലിംഗ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സാലറി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ട്രാവലിംഗ് വരുന്നതാണ്. അപ്പം മെയിനായിട്ടും സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കല്ല, അവിടുന്ന് ട്രാവൽ ചെയ്ത് പോയി ചെയ്യേണ്ട വർക്കാണ്. അത് മൂവ്മെൻ്റ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ട്രാവലിംഗ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ട്രാക്ക് മെഷീൻ്റെ ഓപ്പറേഷൻ, ആ ട്രാക്ക് മെഷീൻ യൂസ് ചെയ്തിട്ട് റെയിൽ ബെഡിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇത് കുറച്ച് ലബോറിയസ് വർക്കാണെന്ന് തന്നെ പറയാം. കുറച്ച് വർക്കുകളുണ്ട്, അതായത് ഫിസിക്കൽ ലേബർ ഉള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസം ആ വർക്കും 7 days ഓഫും വരും ഇവർക്ക്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് 21 ദിവസം വർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 7 days, അതായത് 3 ആഴ്ച ജോലി ചെയ്താലും ഒരാഴ്ച അവർക്ക് ഓഫായിരിക്കും വരുന്നത്. നോർമലി ബാക്കി പോസ്റ്റുകൾക്കെല്ലാം ആഴ്ചയിൽ ഒരു ലീവ് എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 21 ദിവസം വർക്ക്, 7 ദിവസം ലീവ് എന്ന രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഹയർ സാലറിയും കിട്ടാൻ സാധ്യതയുണ്ട്, കുറച്ച് ബെറ്റർ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. ട്രാവലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ബെറ്റർ സാലറി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ. ഇനി അസിസ്റ്റൻറ്റ് TRD ഇലക്ട്രിക്കൽ. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ അത് മെയിനായിട്ട് ഇവിടെ എന്താണ് ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ മെയിനായിട്ടും ഇലക്ട്രിക്കൽ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ജോലി ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്ക്, അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും ഈ ജോലി എളുപ്പമാണോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് പറയുന്നത്. ചില പോസ്റ്റുകളും ഇതിനകത്ത് ചില ബുദ്ധിമുട്ടായ ജോലികളും ചെയ്യേണ്ടവരും കുറേ എളുപ്പമുള്ള ജോലികളും ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ട്രെയിനിൻ്റെ മുകളിലൊക്കെ നമ്മൾ സപ്ലൈ ലൈൻസ് ഒക്കെ കാണാറുണ്ട് മുകളിൽ. ആ സപ്ലൈ ലൈൻസിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, പവർ സപ്ലൈ എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കും ഉണ്ട്. ആ പവർ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്പേസസിലും നിങ്ങളുടെ ജോലി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാം ഇപ്പം എപ്പോഴും ചില ആൾക്കാർ ഈ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും, ചില ആൾക്കാർ ഭയങ്കര എളുപ്പമാണെന്ന് പറയും. കാരണം ഇതിനകത്ത് ഇവരുടെ ജോബിൻ്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ട്രെയിനിൻ്റെ പവർ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട പവർ സപ്ലൈ ഇൻസ്റ്റലേഷൻസ്, ഇലക്ട്രിക്കൽ അസിസ്റ്റ് മെയിൻ്റനൻസ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ നോക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഒരുപക്ഷെ ആ ഒരു ട്രെയിനിൻ്റെ മുകളിൽ പിടിച്ച് കയറുകയും അവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് അത്രത്തോളം ലബോറിയസ് ആയിട്ടുള്ള പോസ്റ്റാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അനുസരിച്ച്, ഇലക്ട്രിക്കൽ സപ്ലൈക്കുള്ള വിഷയങ്ങൾ വരുന്നതനുസരിച്ചിട്ട് ജോബ് ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറിയേക്കാം. അപ്പോൾ അസിസ്റ്റൻറ്റ് TRD എന്താണെന്ന് പറഞ്ഞു, പവർ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കലാണ് അസിസ്റ്റൻറ്റ് TRD. നെക്സ്റ്റ് പോയിൻറ്റ്സ് ബാൻ, എല്ലാവരും നോക്കുന്ന ഒരു പോസ്റ്റാണ്. പോയിൻറ്റ്സ് ബാൻ എളുപ്പമുള്ള പോസ്റ്റാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ പോയിൻറ്റ്സ് ബാൻ്റെ ജോലി? പോയിൻറ്റ്സ് ബാൻ്റെ ജോലി എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, മാനുവലി ഓപ്പറേറ്റിംഗ് ട്രാക്ക് സ്വിച്ച്, നമ്മൾ പോയിൻറ്റ്സ് എന്ന് പറയും, പോയിൻ്റ് എന്ന് പറയും. ട്രാക്ക് സ്വിച്ചസ് ടു ഡയറക്റ്റ് ട്രെയിനിനെ ഓരോ ട്രാക്കിലേക്കും പോയിൻ്റ് ചെയ്ത് വിടുക, മാനുവലി അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ട്രെയിനിൻ്റെ ട്രാക്കുകൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പോയിൻറ്റ്സ് ബാൻ എന്ന് കേൾക്കുമ്പോൾ കാണുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലേ? കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കാണാറുണ്ട്. അപ്പോൾ അതാണ് പോയിൻറ്റ്സ് ബാൻ. അതും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അവരുടെ അടുത്ത ജോലി അസിസ്റ്റിംഗ് ദ സ്റ്റേഷൻ മാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ പെർഫോമിങ് ഷണ്ടിങ് ഡ്യൂട്ടീസ്, ട്രെയിൻ ഷണ്ടിങ്ങിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ട്രെയിനിൽ കൊടി പിടിച്ച് നിൽക്കുന്ന ജോലി മാത്രമല്ല, നമ്മൾ കാണുന്ന ജോലി കൊടി പിടിച്ച് നിൽക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് ആ ജോലിയാണ് ഏറ്റവും എളുപ്പമുള്ള ജോലിയാണ് എന്ന് മാത്രം കരുതണ്ട. ആ ജോലിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ ജോലിക്കുണ്ട്. മാനുവലി ഓപ്പറേറ്റിംഗ് ട്രാക്ക് സ്വിച്ചസ് ഉണ്ട് ടു ഡയറക്റ്റ് ട്രെയിൻ. ഈ പോയിൻറ്റ്സ് ബാനിൽ തന്നെയാണ് ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ, അതായത് ഓവർ ക്രോസിംഗ് ഒക്കെ വരുന്ന ലെവൽ
ക്രോസിങ്ങുകളിലൊക്കെ ഇവരായിരിക്കും ഒരു പക്ഷേ പോയിന്റ് സ്പാനായിട്ട് അവരവിടെയും അവരെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ അസിസ്റ്റിംഗ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ്, അതുപോലെ ലോക്കോ പൈലറ്റുകളുടെ കൂടെ അസിസ്റ്റിംഗ് ഡ്യൂട്ടീസ് ഇവർക്ക് വരാറുണ്ട്, ഷണ്ടിങ് ഡ്യൂട്ടീസ് വരാറുണ്ട്. പിന്നെ ഈ ജോലിയുടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. അതുപോലെ മറ്റൊരു കാര്യം, വീടിനടുത്ത് നിയർ ഹോം ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. പിന്നെ ഡേയും നൈറ്റും ഡ്യൂട്ടി വരാറുണ്ട് ഇവർക്ക്, ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഇവർക്ക് വരും. ഈ 3 കാര്യങ്ങളാണ് ഇതിന് വരുന്നത്. അപ്പോൾ പോയിന്റ്സ് മാന് കുറേ കൂടെ ഫിസിക്കൽ ലേബർ കുറവാണെന്ന് പറയുകയാണെങ്കിലും ഒരുപാട് വർക്കിംഗ് ടൈം, ഫ്രീ ടൈം കിട്ടണം എന്ന് വിചാരിക്കില്ല. കാരണം ഇവർക്ക് ഓഫ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, ലീവ്സ് ഒക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവരുടെ വർക്കുകൾ മാനേജ് ചെയ്യാൻ മറ്റൊരാളെ വെച്ചിട്ട് മാത്രമേ ലീവ് കിട്ടാൻ പറ്റൂ. ചില പോസ്റ്റുകൾക്ക് ലീവ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ പോയിന്റ്സ് മാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ്. അതായത് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ വീടിൻ്റെ അടുത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ജോലിക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ്സും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ പോയിന്റ്സ് മാൻ ജോലി സജസ്റ്റബിൾ ആണ്, ഒരുപാട് ഫിസിക്കൽ ലേബർ ഇല്ലാത്ത ജോലി തന്നെയാണ്. നെക്സ്റ്റ് ട്രാക്ക് മെയിൻറ്റെയിനർ. ഈ ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കൽ ലേബർ നമ്മൾ റിക്വയർ ചെയ്യുന്ന ജോലി തന്നെയാണ്. അതായത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ട്രാക്കുകളുടെ മെയിൻ്റനൻസും റിപ്പയറുകളും ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെ ആ വെയിലത്ത് പണിയെടുക്കുന്നൊരു ജോലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഫിസിക്കൽ ലേബർ തീർച്ചയായിട്ടും ഉണ്ട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. പക്ഷേ അതിൻ്റേതായ സെൻസിൽ ഇപ്പം ഗ്രൂപ്പ് ഡി ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ITI കഴിഞ്ഞ് അവർ ഇങ്ങനെയുള്ള ഫിസിക്കൽ ലേബർ ആഗ്രഹിക്കുന്ന ജോലികൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത് ബെറ്റർ ജോബാണെന്ന് പറയാം. കാരണം ബെറ്റർ സാലറി ഇതിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബെറ്റർ സാലറി ഓഫർ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ട്രാക്ക് മെയിൻ്റെയിനർ ഗ്രേഡ് 4. അതുപോലെ അവർക്ക് അതാണ് ബെറ്റർ സാലറിയുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് റിസ്ക് അലവൻസ് ഉണ്ട്. ജോലിയുടെ ആ ഒരു നേച്ചർ വെച്ചിട്ട് റിസ്ക് അലവൻസ് ഉണ്ട്. സെപ്പറേറ്റ് സാലറി ഹൈക്ക് ഉണ്ടാവാനുള്ള സാധ്യത അവർക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കറണ്ട് സിറ്റുവേഷനിൽ ട്രാക്ക് മെയിൻ്റെയിനർ ജോലി കിട്ടിയവർക്കൊക്കെ അവരുടെ വീടിനടുത്ത് വളരെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് പറയാൻ കാരണം എൻ്റെ കുറച്ച് സ്റ്റുഡൻസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ പറഞ്ഞ അവരുടെ കറണ്ട് സിനാരിയോ വെച്ചിട്ടാണ് പറയുന്നത് വീടിനടുത്ത് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്പർ ഓഫ് വേക്കൻസീസും ഇതെല്ലാ സ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും അലോട്ട് ചെയ്യുന്ന പോസ്റ്റുകളും കൂടി ആയതുകൊണ്ടാണ് വീടിനടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നും കൂടി പറയുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞപ്പം എല്ലാ 14 പോസ്റ്റുകളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു. ഏത് പോസ്റ്റ് എടുത്താലും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്, അതിൻ്റേതായ നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ എന്താണ് വേണ്ടത് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചിലപ്പം സാലറി ഹയർ ആണ് വേണ്ടത്, എനിക്ക് നല്ല പ്രൊമോഷനാണ് വേണ്ടത്, അല്ലാതെ ഈ നിൽക്കുന്ന ജോലിയിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുക എന്നുള്ളതാണ്, എനിക്ക് വീടിനടുത്ത് വേണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ. അല്ല നിങ്ങൾക്ക് ഇനി പഠിക്കണം, എനിക്ക് അടുത്തൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ മറ്റൊരു തരത്തിലാണ് പോസ്റ്റ് പ്രിഫറൻസ് വെക്കേണ്ടത്. അപ്പോൾ അത് രണ്ടിൻ്റെ മോഡലിൽ ഞാനിവിടെ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ആദ്യത്തെ പ്രിഫറൻസുകൾ വെക്കുക. അതായത് സാലറി ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ, സാലറി പ്രിഫറൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങൾ ട്രാക്ക് മെഷീൻ ഫസ്റ്റ് വെക്കാം. 2 TL&AC വർക്ക്ഷോപ്പും ഉണ്ട്, TL&AC ഉണ്ട്. TL&AC വെക്കുക. വർക്ക്ഷോപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ അലവൻസുകളും കാര്യങ്ങളും വരുന്നില്ല. അപ്പം ഇവിടെ സാലറി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് TL&AC എന്ന് മാത്രം എടുത്ത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 3rd വൺ ബ്രിഡ്ജ്, 4th വൺ TRD, 5th വൺ വർക്ക്ഷോപ്പ്. ഇത്രയും കാര്യങ്ങളാണ് സാലറി പ്രിഫറൻസ്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ വെക്കണം എന്ന് പറയുന്നില്ല. ഞാൻ ഈ ഓർഡർ പറയാൻ കാരണം സാലറിയുടെ കാര്യം മാത്രം കൺസിഡർ ചെയ്താണ്, സാലറി പ്രിഫറൻസ് ഉള്ളവരെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ഇനി അതുപോലെ ലെസ് വർക്ക്, ഇനി പ്രിപ്പറേഷൻ ചെയ്യണം, ജോലി കുറച്ചേ പാടുള്ളൂ, എനിക്ക് പ്രിപ്പറേഷൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ഓർഡറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർ TL&AC വർക്ക്ഷോപ്പിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം വേണം, റെഗുലർ ഇത്ര നേരം വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവണം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് റിലേറ്റഡ് ജോബ് തന്നെ നോക്കുന്നതായിരിക്കും ബെറ്റർ. വർക്ക്ഷോപ്പിൽ ടൈമിംഗ് ജോബായിരിക്കും വരുന്നത്. ടൈമിംഗ് ആയിരിക്കും, ഇത്ര സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാവും. മറ്റത് നിങ്ങൾക്ക് ടൈമിംഗ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി, ഷിഫ്റ്റ്സ് ഇതൊക്കെ മാറി വരുമ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് പോകാൻ പറ്റില്ല. സോ ഈ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യണം. ഭാവിയിൽ അടുത്ത പോസ്റ്റിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ വെക്കേണ്ട ഒരു ഓർഡർ. അത് TL&AC വർക്ക്ഷോപ്പ് ഫസ്റ്റ് പ്രിഫറൻസ്, അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പ് സെക്കൻഡ് പ്രിഫറൻസ്, 3rd പോയിന്റ്സ്മാൻ ഗ്രേഡ് B ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻസ്, അത് കഴിഞ്ഞിട്ട് ലോക്കോ ഷെഡ്. ഈ ഒരു 5
5 ആദ്യത്തെ പ്രിഫറൻസുകളെ ഞാൻ വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങളുടെ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ വെക്കേണ്ടത്. കാരണം ബാക്കിയുള്ള 14 പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സജസ്റ്റബിൾ ആണ്, ഫിസിക്കൽ ലേബർ കുറവാണ്, സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ വർക്ക്ഷോപ്പ് ഞാൻ പറഞ്ഞു, വർക്ക്ഷോപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ക്യാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ് മാത്രമായിരിക്കത്തില്ല, സ്റ്റേഷൻ പോസ്റ്റും ഉണ്ടാവും. അത് ചിലപ്പം കുറച്ച് വർക്ക്സ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറയാം. ലോക്കോ ഷെഡ് ഡീസലും ഇലക്ട്രിക്കലും ഉണ്ട്. ഡീസൽ എറണാകുളത്താണ് ലൊക്കേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ലോക്കോ ഷെഡ് ഡീസൽ പ്രിപ്പറേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം കുറച്ച് ഫിസിക്കൽ ലേബർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ടൈമിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റുന്ന ജോലിയാണ്. പിന്നെ അസിസ്റ്റൻ്റ് ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ അസിസ്റ്റൻറ്റ് PV കുറച്ച് ജോബുണ്ട്, ഫിസിക്കൽ ലേബർ കുറച്ച് റിക്വയർ ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് ഫിസിക്കൽ ലേബർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ടയേർഡായിരിക്കും, നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ മറ്റു കാര്യങ്ങളിലോട്ടോ പോകാൻ പറ്റില്ല. പക്ഷേ അതിൻ്റേതായ ഗുണങ്ങൾ ആ ഒരു ജോലിക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഹയർ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. അസിസ്റ്റൻറ്റ് TL&AC വർക്ക്ഷോപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ജോലി കൂടുതൽ പ്രിപ്പറേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ അസിസ്റ്റൻറ്റ് TL&AC വർക്ക്ഷോപ്പ് അല്ല, ഇത് ട്രാവലും കൂടി വരുന്നതാണ്, അതുകൊണ്ട് അത്രത്തോളം ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ അത്യാവശ്യം നല്ല ജോലിയുണ്ട്, അത്യാവശ്യം വർക്ക് ഉള്ളതാണ്, ട്രാവലിംഗ് ഉള്ളതാണ്. അതുപോലെ തന്നെ അലവൻസ് കൂടുതലാണ്, സാലറി കൂടുതലാണ്. അസിസ്റ്റൻറ്റ് TRD അത് കിട്ടുന്നതനുസരിച്ചിട്ട് ചില സമയങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ജോലിയിൽ കയറുന്ന ചിലർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ പോലും ഭാഗ്യം അനുസരിച്ചിരിക്കും. ഈ ഒരു TRD എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനകത്ത് റിസ്ക് ഉള്ള ജോലി ഭാഗങ്ങളും ഉണ്ട്, പക്ഷെ അത് എപ്പോഴും വരില്ല. എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസ്ക് ഉള്ള കാര്യങ്ങൾ വരുന്നത്. എന്നാലും കുറച്ച് ഫിസിക്കൽ ലേബറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം TRD. പിന്നെ പോയിൻറ്റ്സ് മാൻ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സ് മാൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞുതരാം. പോയിൻറ്റ്സ് മാൻ നിങ്ങൾക്ക് വീടിനടുത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, വീടിനടുത്ത് ജോലി കിട്ടും. അതുപോലെ തന്നെ ഫിസിക്കൽ ലേബർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ട്രെയിൻ ഷണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷൻ മാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തം കൂടിയ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ലീവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ലീവ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അത്ര പ്രിഫറബിൾ അല്ല. എന്നാലും മാനേജ് ചെയ്ത് പ്രിഫർ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അതായത് നിങ്ങളുടെ ടൈമൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻസിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ പോയിൻറ്റ്സ് മാന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കൂടെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ട്രാക്ക് മെയിൻറ്റെയിനർ ഗ്രേഡ് 4 വരികയാണെങ്കിൽ അത് ട്രാക്കിലൂടെയുള്ള ജോബാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്. ഫിസിക്കൽ ലേബർ റിക്വയർ ചെയ്യുന്ന ജോലിയാണ് ട്രാക്ക് മെയിൻറ്റെയിനർക്ക്. അതിന് അലവൻസുകൾ, നിങ്ങൾക്ക് റിസ്ക് അലവൻസ് ഉൾപ്പെടെയുള്ള അലവൻസുകൾ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ട്രാക്ക് മെയിൻറ്റെയിനർ നിങ്ങൾക്ക് വീടിനടുത്ത് തന്നെ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാക്കുന്ന പോസ്റ്റ് തന്നെയാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ജോലി നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് 13ഉം 14ഉം. ഇങ്ങനെ ഓവറോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുമ്പോൾ 14 പോസ്റ്റ് പ്രിഫറൻസും വെക്കണം. ഈ 14 പോസ്റ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യണം. ഞാൻ ആദ്യം ഇവിടെ 5 പോസ്റ്റേ കാണിച്ചുള്ളൂ എന്ന് വെച്ചാൽ അത് വെച്ച് നിർത്താനുള്ളതല്ല, 14 പോസ്റ്റും നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കണം. കാരണം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയ്ക്കും ഇതേ മാതൃകയിലാണ് പോസ്റ്റ് പ്രിഫറൻസ് വെക്കുന്നത്. അതായത് നിങ്ങളിപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പോൾ സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വെച്ചു എന്ന് കരുതുക. നിങ്ങളുടെ മാർക്ക് 65 മാർക്കാണ്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് 65 മാർക്കാണെന്ന് കരുതുക. ഇനി നിങ്ങളെക്കാളും മാർക്ക് കൂടിയ ഒരാൾ, സപ്പോസ് 68 മാർക്കുള്ള ഒരാളുണ്ട്, അയാൾ പോസ്റ്റ് പ്രിഫറൻസ് ഇത് വെച്ചു, അയാളും ഇതേ പോസ്റ്റ് പ്രിഫറൻസ് വെച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ പോസ്റ്റ് അലോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട് ചെയ്യൂ. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 99 മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ 100 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും നിങ്ങൾ വെക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് പോസ്റ്റും കിട്ടും. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലാണ് ഈ പോസ്റ്റ് പ്രിഫറൻസിന് വിഷയം വരുന്നത്. ഹയർ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളെക്കാളും മാർക്ക് കൂടുതലുള്ള ആൾക്കാരുടെ ഒക്കെ പ്രിഫറൻസുകൾ എടുത്ത് അവരുടെ എല്ലാം പ്രിഫറൻസ് കൺസിഡർ ചെയ്ത് ആ വേക്കൻസി ഫില്ല് ചെയ്തതിന് ശേഷം പിന്നീട് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കൺസിഡർ ചെയ്യൂ. ഇല്ലെങ്കിൽ താഴത്തെ പോസ്റ്റ് നിങ്ങളുടെ അടുത്ത പ്രിഫറൻസ് പോസ്റ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പോസ്റ്റ് പ്രിഫറൻസ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റ് പലരും ചിന്തിക്കുന്ന പോലെ വേക്കൻസിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലോ ഒന്നുമല്ല പോസ്റ്റ് പ്രിഫറൻസ് വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കുറേ ആൾക്കാർ
ആൾക്കാർ ക്ലാസ്സസിൻ്റെ കാര്യം ചോദിക്കുന്നു, അവരോട് പറയട്ടെ, RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് തന്നെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ തന്നെ എത്രമാത്രം ഫ്രീ ക്ലാസ്സസ് ആ ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 150+ ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ അവകാശപ്പെടാൻ മറ്റൊരു ചാനലോ മറ്റൊരാളോ ഇല്ല. ഇത്രയും ക്ലാസ്സസ് നിങ്ങൾക്ക്, ഇത്രയും ക്വാളിറ്റി കണ്ടന്റ്, ഏറ്റവും ക്വാളിറ്റി, അതായത് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക്, റെയിൽവേ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദിശ അക്കാഡമി. അതുകൊണ്ട് ദിശ അക്കാഡമിയുടെ കോഴ്സ് നിങ്ങളത് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും പരീക്ഷ റിയലി നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് വീട്ടിലിരുന്ന് ഓൺലൈൻ കോഴ്സിൽ പഠിച്ച് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്ത് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാംസ് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ കോഴ്സ് വരുന്നത്. ഇതിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഇനി അതല്ല, ഓഫ്ലൈൻ ബാച്ചുകൾ ദിശ അക്കാഡമിയുടെ അവൈലബിൾ ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ട് ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 3-ാം തീയതി ദിശ അക്കാഡമിയുടെ കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം ബ്രാഞ്ചുകളിലും ഫെബ്രുവരി 5-ാം തീയതി കാലിക്കട്ട്, തൃശ്ശൂർ, ഈ 2 ബ്രാഞ്ചുകളിലും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ദിശ അക്കാഡമിയുടെ നമ്പേഴ്സ് ഈ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഈ സെൻറ്റേഴ്സിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.